കല്യാണം പോലത്തെ ഒരു ചടങ്ങൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഫേഷ്യൽ ഗൈസ്. ഫേഷ്യൽ എന്തായാലും മസ്റ്റ് ആണല്ലോ. ഇപ്പോൾ പണ്ടൊക്കെ ചെറുപ്പത്തിലായിരുന്ന സമയത്ത് അമ്മയും ചേച്ചിയൊക്കെ ഫേഷ്യൽ ചെയ്യുമ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു എനിക്ക് പ്രായമായിട്ടില്ല എന്ന് ബ്യൂട്ടി ചേച്ചി പറയായിരുന്നു കേട്ടോ. ബ്യൂട്ടി ചേച്ചി ഇൻ ദ സെൻസ് പാർലറിൽ ചേച്ചി. പക്ഷേ ഇപ്പം എനിക്ക് നല്ല പ്രായമായല്ലോ. അപ്പം ഞാനാണെങ്കിൽ നേരെ ഓർത്തു ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യാമെന്ന്. അങ്ങനെ ഞങ്ങൾ നേരെ ക്ലിനിക്കിലോട്ട് പോയി ഹൈഡ്രാ ഫേഷ്യലാണ് ചെയ്യുന്നത്. രണ്ടുപേരും ഞാനും ചേച്ചിയും തന്നെ ചെയ്യാന്ന് ഓർത്തു. ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അത്ര അറിയത്തില്ല എങ്ങനെ പറയേണ്ടതെന്നുള്ള. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ഇടയ്ക്കാണെങ്കിൽ ഞാനും അതെ ചേച്ചിയും അതെ, ഞങ്ങൾ രണ്ടുപേരും നല്ല കൂർക്കം വലിച്ചു ഉറങ്ങിപ്പോയായിരുന്നു. അപ്പോൾ ഈ ഒരു പീൽ ഓഫ് മാസ്ക് ഇട്ടിട്ടാണെങ്കിലും എല്ലാം ഇട്ടിട്ടാണെങ്കിലും ഇങ്ങനെ നല്ല സുഖമായിരുന്നു. കടന്നിങ്ങനെ ചുമ്മാ അങ്ങോട്ട് ചില്ലിങ് ലൈഫ് ഗൈസ്. ആദ്യം ചേച്ചിയുടെ ആണ് കേട്ടോ കഴിഞ്ഞ. കാരണം നമ്മൾ ബ്രൈഡ് ആയതുകൊണ്ട് സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കാം. ഞാൻ ഓർത്തു ഞാനൊരു സ്റ്റെപ്പ് ബാക്കിലോട്ട് നിൽക്കാം, ചേച്ചി ആദ്യം ചെയ്തോട്ടെ, ചേച്ചിയാണല്ലോ ബ്രൈഡ്. കണ്ടോ ഇതിൻ്റെ ഇടയ്ക്ക് പൊഞ്ചി കടന്ന് ഉറങ്ങുന്ന കണ്ടില്ല. ഉറക്കത്തിൽ ഒന്നും അറിയുന്ന പോലില്ല, ആ പ്രൊസീജിയർ ചെയ്യുന്നത് പോലും അറിയുന്നില്ല. അത്ര നല്ല നീണ്ട ദീർഘായുസല്ലോ, നീണ്ട നിദ്രയിലായിരുന്നു ഗൈസ്. ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ എൻ്റെ കാട് പിടിച്ച പിരികം കൂടെ ഞാൻ ത്രെഡ് ചെയ്യാൻ പറഞ്ഞു. ഇന്നിപ്പോൾ ത്രെഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എൻ്റെ പിരികത്തിന് ഇത്രയധികം കട്ടി ഉണ്ടായിരുന്നു എന്നുള്ളത്. കാരണം കാട് പോലെ ഇരുന്ന പിരികം മെരുക്കിയെടുത്തപ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് ഫേഷ്യൽ ചെയ്ത് ഞങ്ങൾ ഇറങ്ങി.